إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. KL14 2589 വണ്ടി പള്ളിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തത് എത്രയും പെട്ടെന്നത് മാറ്റി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യണം, അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. والصلاة والسلام عليك يا سيدي يا رسول الله. والصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സാദാത്യങ്ങളെ, മഹത്തുക്കളായ ഉലമാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളിൽ നിന്നതൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ അന്തിയുറങ്ങുന്ന മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണമായ നോട്ടമുള്ള സദസ്സായി അള്ളാഹു നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടുത്തെ നോട്ടം കൊണ്ട് അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവരെയും അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു സദസ്സ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കാത്ത ആരുമില്ല. പ്രത്യേകിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ വീടുകളിൽ അതുപോലെ നമ്മുടെ മഹല്ലുകളിലൊക്കെ വിപുലമായ രൂപത്തിലുള്ള മദ്ഹിന്റെ സദസ്സ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളെ ഈ പുര കൂടിയ ആ സമയം, പുരകൂടലിന്റെ ആ സമയത്ത് തന്നെ, അതും റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ഇതുപോലൊരു സദസ്സ് നടത്തുമ്പോൾ മനസ്സുകൊണ്ട് ഒരു നിയത്ത് കരുതിയതാണ്. എല്ലാ വർഷവും റബീഉൽ അവ്വലിൽ ഇതുപോലൊരു സദസ്സ് ഉണ്ടാക്കണം. ഓരോ സദസ്സ് നടക്കുമ്പോഴും ചിന്തിക്കുന്നു അടുത്ത വർഷം ഇതിനേക്കാളും ഒന്ന് ഉഷാറായിട്ട് ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷേ അതിന് സാധിക്കുന്നില്ല. ഇപ്രാവശ്യം നമുക്കറിയാം, മദ്രസയിൽ പരീക്ഷ അത് തീർന്ന് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയുന്നത് പോലെ നല്ല മഴയുള്ള സമയം. അപ്പൊ എങ്ങനെ ചെയ്യും? നമുക്ക് ഷീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും വരുന്ന ആളുകൾക്കെല്ലാം പ്രയാസം ഉണ്ടാവും, വേണ്ടതുപോലെ വരാൻ കഴിയല എന്ന വലിയൊരു പേടി മനസ്സിലുള്ളത് കൊണ്ട് ഇന്നലെ വരെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ പുരക്കൻ്റെ നമ്മളെ ജമ്മപ്പുരക്ക് പോകുമ്പോ പുരയില് ഉമ്മയും ഉപ്പയും ഓറൊന്നും ഇന്ന് നടക്കുന്ന മജ്‌ലിസ് അറിയല. കാരണം എങ്ങനെ വിളിക്കുന്ന മഴ ഉള്ളത് കൊണ്ട് പ്രയാസമല്ലേ. ഇന്നലാണ് മനസ്സുകൊണ്ട് ഈ സദസ്സിലേക്ക് ഒരുങ്ങിയത്. ഇപ്പൊ അധികം ആളുകൾ വിളിച്ച ആളുകൾക്കെല്ലാം അതുപോലെ തന്നെ വാട്സപ്പിലും മറ്റുമല്ലോ വയസ്സ് വിട്ടത് ഇന്നലെ വിട്ടത്, അതുപോലെ ഇന്ന് വിട്ടത് മുമ്പ് വിളിക്കാനോ മറ്റൊന്നും. കാരണം മഴ ഉള്ളത് കൊണ്ട് എങ്ങനെ ചെയ്യും? നമ്മളെ സൗകര്യമെല്ലാം ചെറുതായതുകൊണ്ട്. ഏതായാലും അല്ലാഹു തആല എത്ര ചെറുതാണെങ്കിലും അല്ലാഹു അതൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇത് ഒരു നിയത്ത് മാത്രമാണ്. ഈ സദസ്സിന് വേണ്ടിയിട്ട് ഒരു കലക്ഷനോ അല്ലെങ്കിൽ പിരിവോ എടുത്തിട്ടല്ല. അത് നിങ്ങളെല്ലാം അറിയും.
നമ്മളെ വാട്സപ്പ് ബദരിയ ജലാലിയ മദക്ക ആ ഗ്രൂപ്പിൽ സാധാരണ നമ്മൾ ജലാലിയക്ക് വേണ്ടിയിട്ടും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കളക്ഷൻ നടത്താറുണ്ട്. പക്ഷേ റബീഉൽ അവ്വലിന്റെ പരിപാടിക്ക് നടത്താറില്ല. എന്നാലും വന്ന ഒന്നോ രണ്ടോ ആളുകളൊക്കെ പിരിശം വെക്കുന്ന ആള് എന്റെ കയ്യിൽ തന്നപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അവർ പിരിശത്തിൽ തന്നതുകൊണ്ട് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അത് ഈ സദസ്സിൽ വെച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ആരും തരാൻ വേണ്ടിയിട്ടല്ല, തരേണ്ടതുമില്ല. അപ്പോ ഈ സദസ്സ് നമ്മളെ സാലത്തൂർ റേഞ്ചിലെ നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ ഈ ഭാഗത്തുള്ള ബാദപ്പുണി, അതുപോലെ ബുൾമാർ, തലക്കി, അതുപോലെ മെതു, കട്ടത്തില, പഞ്ചരകോടി, BS നഗർ, കൊതള്, ശരിയല്ലേ, ഇത്തര വിട്ട ബദിമല വിട്ടല്ലേ, ഞാൻ അറിഞ്ഞില്ല, ബദിമല, അതുപോലെ തന്നെ കൂട്ടറസ, ഈ പെട്ട ഉസ്താദുമാരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടാണ് ഈ സദസ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ സദസ്സിൽ കാണുന്ന നമ്മളെ പ്രിയപ്പെട്ട കുറേ ദൂരത്ത് വന്നതാണ് നമ്മളെ കറക്കി അലവിത്തങ്ങള്, UPS തങ്ങള്, ചട്ടക്കല്ല് തങ്ങള്. ഞങ്ങളെല്ലാം ഒരു സ്വന്തം ഇളയമൂത്ത പോലാണ്. നമ്മള് സ്വന്തം ഒരു ചങ്ങായിപ്പാട് മാത്രമല്ല, സ്വന്തം ഇളയമൂത്ത പോലാണ്. എല്ലാ തങ്ങന്മാരോടും പിരിച്ചു തന്നെ നമ്മളൊരു പ്രത്യേകത. ആ ഒരു രൂപത്തിൽ അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ വന്നരായ ഷെയ്ഖുന വലമുണ്ട് ഉസ്താദ്, പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ബാപ്പന്റെ സ്ഥാനത്ത് കാണുന്നവരാണ് വലമുണ്ട് ഉസ്താദും കന്യാണ ഉസ്താദും എല്ലാം. അവർ നമ്മളോടും അങ്ങനെ നമ്മളെ സ്വന്തം ഒരു തങ്ങ എന്ന ബഹുമാനമല്ല, സ്വന്തം മോനെ പോലെ അല്ലെങ്കിൽ മക്കളെ പോലെയാണ് ഈ ഉസ്താദന്മാരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നേരത്തെ വന്ന ബഹുമാനപ്പെട്ട ബാദപ്പുണി ഉസ്താദ്, അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ സഖാഫി ഉസ്താദ്, നമ്മളെ ഈ ഭാഗത്ത് നമുക്കറിയാം വലിയ നേതൃത്വം മാത്രമല്ല വലിയ ആലിമ് കൂടിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബൊള്ളായിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഉസ്താദിനെ വിളിച്ചപ്പോൾ ഉസ്താദിന് മനസ്സിലായിട്ടുണ്ടാവല്ലേ എന്നെന്ത് പ്രത്യേകമായിട്ട് വിളിച്ചത്. ബൊള്ളായി എന്ന് വെച്ചെങ്കിൽ നമ്മളെ ബാപ്പന്റെ വലിയ പിരിശത്തിന്റെ നാടിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോ ഉസ്താദ് വരലോടുകൂടി ആ നാട്ടുകാരെല്ലാവരും വന്ന പോലെയായി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉസ്താദിനെ ക്ഷണിച്ചത്. അള്ളാഹു ആഫിയത്തുള്ള മുർസഖാഫി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരെ ഒരു ചെറുപ്പക്കാരനായ ഒരു നല്ല പ്രായത്തിലുള്ള ഒരു മോനാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അതുപോലെ ഞങ്ങളെ പിന്നെ ഉസ്താദിന്റെ വലമുണ്ട് ഉസ്താദിന്റെ അസിസ്റ്റന്റായിട്ട് ഖത്തീബായുള്ള ബഹുമാനപ്പെട്ട യൂസുഫ് മദനി ഉസ്താദുണ്ട്, അബ്ദുള്ള ഉസ്താദ് ദുബൈ, അതുപോലെ തന്നെ ആരിഫ് സയദി ബഡ്കൽ, അതുപോലെ തന്നെ നൗഫർ, അതുപോലെ തന്നെ മുനീർ, മഅ്ഷൂഫ്, അതുപോലെ തന്നെ ഓർക്കെല്ലാം അല്ലാഹു വലിയ ബർക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഭക്ഷണം നൽകുന്നത് മഴയായതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഞമ്മ കഴിഞ്ഞ കൊല്ലവും മുന്നത്തെ കൊല്ലമല്ല പിന്നെ ബെയ്ക്കാനുള്ള വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മതന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് എന്താക്കിയത് സീറിന് കെട്ടാക്കിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ മേങ്ങണ്ട, നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു ബെയ്ക്കാനുള്ള ഒരു വ്യവസ്ഥ കൂടെ ഉണ്ടാക്കി. അതുപോലെ പ്രത്യേകമായി ക്ഷണിച്ചിട്ട് വന്ന പലരുണ്ട്. നമ്മളെ ഖത്തീബ് ഉസ്താദ് കട്ടത്തല നമ്മളെ വലിയ ജമാഅത്ത് കൂടിയാണ്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇറ നമ്മളെ വലിയ പിരിശത്തിന്റെ ഒരു നാടാണ് സംപിള ഇറ, അവിടുത്തെ ഖത്തീബ് ഉസ്താദ് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചരകോടിയിലെ മറ്റു എല്ലാ ഉസ്താദന്മാർ, അതുപോലെ തന്നെ ദാറുൻ നജാത്ത് സ്ഥാപനത്തിന്റെ വലിയൊരു നേതൃത്വമാണ് നമ്മളെ ഹമീദ് ഹാജി ടിപ്പുനഗർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ പിന്നെ ഇന്നത്തെ ലൈവ് നമ്മളെ ഫസൽ മീഡിയ. ഇപ്പൊ ഞാൻ അയാളോട് ചൊല്ലി ലൈവ് വേണ്ട, കാരണം നമ്മൾ ഇതൊരു ആത്മീയമായ ഒരു മജ്ലിസ് അല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങ ആക്കണ്ട, ഞാൻ ആക്കാന്നില്ലേ. അതായത് നിങ്ങ പിന്നെ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ വന്നിട്ട് എന്താക്കും പരിപാടിയാക്കും. അത് നമ്മളോടുള്ള പിരിശം കൊണ്ടാണ്. അള്ളാഹു അവരുടെ കാര്യത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മളെല്ലാ കാര്യത്തിലും പരിപാടിക്കൊക്കെ പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നതാണ് നമ്മളെ കണ്ടിക സിദ്ദീഖ്. അതുപോലെ തന്നെ നമ്മളെ സലാം അടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടിയിട്ടൊക്കെ വസിയത്ത് ചെയ്തവരുണ്ട്, പിന്നെ രോഗികളായ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എൺമൂർ ഉസ്താദിന്റെ ജ്യേഷ്ഠന് നേരത്തെ ഫോൺ വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് ഹാർട്ടിന്റെ ഒരു പ്രയാസം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് അറിയാൻ കഴിഞ്ഞത്
പിന്നെ വിഷയം കെട്ടി അവർ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മളെ മുസമ്മിൽ ഹാജി എന്ന കട്ടത്തലയിലുള്ള നമ്മളെ ചെറിയ കിടാവ്, അവരെ ബാപ്പല്ല ഈ സദസ്സിലുണ്ട്. അല്ലാഹു ആ കിടാവിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ ഈ സദസ്സിലുള്ള ഒരുപാട് ആളുകളുടെ ഉമ്മ വാപ്പമാരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദുആ നടത്തിയിട്ട് സന്തോഷത്തോടു കൂടി പിരിയാം. ഇൻഷാ അല്ലാഹ് അലവി തങ്ങൾ ഇൻഷാ അല്ലാഹ്